ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സംസ്കൃതം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 13/8/2026 നടന്നിട്ടുള്ള ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, ഖണ്ഡികാം പഠിത്വ പ്രശ്നാനാം ഉത്തരാണി ലിഖതു. ഇവിടെ ഒരു ഖണ്ഡിക തന്നിട്ടുണ്ട് അല്ലേ? ഈ ഖണ്ഡിക വായിച്ച് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതുകയാണ് ആദ്യത്തെ പ്രവർത്തനം. ഖണ്ഡികയാണ്, ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമസ്തേ, മമ പ്രഭാഷണ വിഷയഃ അസ്തി ഐക്യമത്യം മഹാബലം. നമസ്തേ, എൻ്റെ പ്രസംഗ വിഷയം എന്താണ്? ഐക്യമത്യം മഹാബലം എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി. യഥാ ജനാഃ ഏകതയാ കാര്യം കുർവന്തി തഥാ സർവാണി കാര്യാണി അനായാസേന സാധയന്തി. ആളുകൾ ഒരുമയോടെ ജോലികൾ ചെയ്യുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കുന്നു. വിദ്യാലയെ ഗൃഹേ സമൂഹേ ച സർവത്ര ജീവനവിജയായ ഏവം ആവശ്യകം. വിദ്യാലയങ്ങളിലും വീട്ടിലും സമൂഹത്തിലും എങ്ങനെ എല്ലായിടത്തും ജീവിത വിജയത്തിന് ഐക്യം ആവശ്യമാണ്. സമാജസ്യ ശക്തിഃ ഐക്യം ഭവതി. സമൂഹത്തിൻ്റെ ശക്തി ഐക്യമാണ്. ഐക്യം നാസ്തി ചേത് മാനവഃ ദുർബലഃ ഭവതി അതഃ മഹാപുരുഷാഃ ഐക്യം പ്രശംസന്തി. ഐക്യം ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ ദുർബലനാകുന്നു. അതിനാൽ മഹാന്മാർ ഐക്യത്തെ പുകഴ്ത്തുന്നു. ധന്യവാദഃ എന്നുകൂടി ഇവിടെ തന്നിട്ടുണ്ട്. ധന്യവാദഃ എന്നാൽ നന്ദി. ഇതിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. മഹാപുരുഷാഃ കിം പ്രശംസന്തി. മഹാന്മാർ എന്തിനെയാണ് പുകഴ്ത്തുന്നത്? അപ്പോൾ നിങ്ങൾ എന്താണ് ആൻസർ എഴുതിയിട്ടുള്ളത്? ആൻസറായിട്ട് എഴുതേണ്ടിയിരുന്നതാണ് ഐക്യം. അല്ല എന്നുണ്ടെങ്കിൽ മഹാപുരുഷാഃ ഐക്യം പ്രശംസന്തി. ഈ രണ്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എന്താണ് നിങ്ങൾ എഴുതിയതെന്ന് എല്ലാവരും ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. രണ്ടാമത്തത്, കുത്ര കുത്ര ഐക്യം ആവശ്യകം അസ്തി. എവിടെയൊക്കെയാണ് ഐക്യം ആവശ്യമായിട്ടുള്ളത്? എന്താണ് ആൻസർ? ആൻസറാണ് പറയുന്നത് വിദ്യാലയെ ഗൃഹേ സമൂഹേ ച. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിശദീകരിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ വിദ്യാലയെ ഗൃഹേ സമൂഹേ ച സർവത്ര ഐക്യം ആവശ്യകം അസ്തി. ഇനി മൂന്നാമത്തത്, ഐക്യം നാസ്തി ചേത് മാനവഃ കീദൃശഃ ഭവതി. ഐക്യമില്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയുള്ളവനാകുന്നു? ആൻസറാണ് ദുർബലഃ. ഇനി നെക്സ്റ്റ് പ്രവർത്തനമാണ് ഖണ്ഡികായാഃ ഉചിതം ശീർഷകം ലിഖതു. ഇവിടെ തന്നിട്ടുള്ള ഈ പാരഗ്രാഫിന് അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ട് എഴുതുക. എന്താണ് തലക്കെട്ട് എഴുതേണ്ടത്? നിങ്ങളെ ആൻസറായിട്ട് എഴുതാവുന്ന ഒരു തലക്കെട്ടാണ് ഐക്യമത്യം മഹാബലം. ഐക്യം എന്ന് എഴുതിയാലും ശരിയായ ഉത്തരം തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. പ്രസ്താവനെ പഠിത്വ ഉചിതം ഗണം ചിത്വാ ലിഖതു. കാകഃ ഹരിണഃ ച മിത്രേ ഭവതഃ. ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് ഈ പ്രവർത്തനം. ഒന്നാമത്തെ ചോദ്യമാണ് കാകഃ ഹരിണഃ ച മിത്രേ ഭവതഃ. കാക്കയും മാനും സുഹൃത്തുക്കളാണ്. ഈ പ്രസ്താവന എന്താണ്? ശരിയായ ഒരു പ്രസ്താവനയാണ് അല്ലേ? ഇനി രണ്ടാമത്തേത്, കാകഃ ഉത്തമം മിത്രം അസ്തി. കാക്ക ഒരു നല്ല സുഹൃത്താണ്. ഈ പ്രസ്താവനയും ശരിയാണല്ലോ. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു പ്രവർത്തനം. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള 2 പ്രസ്താവനകളും ശരിയായതിനാൽ ഇതിലെ ശരിയായ ഓപ്ഷനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അതായത് എഴുതേണ്ടിയിരുന്നത് ഓപ്ഷൻ സി എന്നതാണ്. 1ഉം 2ഉം സാധു. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ് എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത പ്രവർത്തനം 2,
ചിത്രാനുസാരം കോഷ്ടകാത് വാക്യാനി ചിത്വാ ലിഖതോ. ചിത്രത്തിനനുസരിച്ച് ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഓപ്ഷൻസായി നൽകിയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഛാത്രഃ വൃക്ഷം രോപയതി, ബാലിക നദീം തരതി, ഛാത്ര വാർത്താം പഠതി, ബാലഃ ഭിത്തിപത്രികാം രചയതി. ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുള്ളത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ്, ഇതിൻ്റെയൊക്കെ താഴെ ഇതാണ് എഴുതേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ നമുക്കൊന്ന് പറയാം. ഛാത്രഃ വൃക്ഷം രോപയതി എന്നതിൻ്റെ അർത്ഥം വിദ്യാർത്ഥി മരം നടുന്നു. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ള വാക്ക് 3 എന്നുള്ള ചിത്രത്തിന് താഴെയാണ് എഴുതേണ്ടിയിരുന്നത്. ഇനി രണ്ടാമതായിട്ട് തന്നിട്ടുള്ളതാണ് ബാലിക നദീം തരതി എന്ന് പറഞ്ഞാൽ എന്താണ്? പെൺകുട്ടി നദി നീന്തുന്നു അല്ലെങ്കിൽ നദിയിൽ നീന്തുന്നു. ഇതിന് അനുയോജ്യമായത് 4 എന്ന നമ്പറുള്ള ചിത്രമാണ്. അടുത്തതാണ് ഛാത്ര വാർത്താം പഠതി, കുട്ടി വാർത്ത വായിക്കുന്നു. 1 എന്ന നമ്പറിലെ ചിത്രത്തിനാണ് ഇത് എഴുതേണ്ടത്. അടുത്തത് ബാലഃ ഭിത്തിപത്രികാം രചയതി, കുട്ടി ചുമർ പത്രിക നിർമ്മിക്കുന്നു. ആൺകുട്ടി, ബാലഃ എന്നാൽ ആൺകുട്ടി ചുമർ പത്രിക നിർമ്മിക്കുന്നു. 2 എന്ന നമ്പറിലുള്ള ചിത്രത്തിന് താഴെയാണ് ഈ പ്രസ്താവന എഴുതേണ്ടത്. എല്ലാവരും ശരിയായിട്ടുള്ള ആൻസർ തന്നെയായിരുന്നോ എഴുതിയിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഈ ഫുള്ള് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഏകദേശം എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത പ്രവർത്തനം ഉദാഹരണാനുസാരം പൂരയതു. ഉദാഹരണത്തിനനുസരിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഉദാഹരണമാണ് മാതാ ഡാഷ് അജ എന്ന് ബ്രാക്കറ്റിലുണ്ട് ആനയതി. ഉത്തരമായിട്ട് എന്താ നമ്മൾ എഴുതിയേണ്ടത്? മാതാ അജാം ആനയതി. ഇനി അതുപോലെ എഴുതാനുള്ള അടുത്തൊരു ഉദാഹരണമാണ് രമ ഡാഷ് വീണ വാദയതി. അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ എന്താണ് എഴുതേണ്ടത്? രമ വീണാം വാദയതി. രമ വീണ വായിക്കുന്നു. ഇത് തന്നെയായിരുന്നോ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്ന ആൻസർ? അടുത്ത മൂന്നാമത്തെ പ്രവർത്തനത്തിൽ എ ആണ് ഇനി വായിക്കുന്നത്. യഥോചിതം യോജയതോ. ശരിയായതിലേക്ക് യോജിപ്പിക്കുക. അരണ്യം സമാജഃ. യോജിപ്പിക്കാനുള്ള വാക്കുകൾ ഐക്യം, വനം, സമൂഹഃ, വൃക്ഷഃ. ആൻസറായിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു യോജിപ്പിക്കേണ്ടത്? അരണ്യം എന്നതിനെ വനം എന്നതിലേക്ക്. അരണ്യം എന്നാൽ കാട്, വനം എന്നാലും കാട് തന്നെയാണ്. അതിനാൽ അരണ്യത്തിനെ വനം എന്നതിലേക്കും സമാജഃ എന്നതിനെ സമൂഹഃ എന്നതിലേക്കുമാണ് യോജിപ്പിക്കേണ്ടിയിരുന്നത്. സമാജഃ എന്നാലും സമൂഹഃ എന്നാലും സമൂഹം എന്നാണ് അർത്ഥം. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തണേ. ഇനി അടുത്ത പ്രവർത്തനം ചിത്രസ്യ ആശയാനുസാരം സുഭാഷിതം ലിഖതോ. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലോ. ആ ചിത്രത്തിന് അനുയോജ്യമായ ആശയം വരുന്ന സുഭാഷിതം ഏതാണെന്ന് കണ്ടെത്തുക. 2 സുഭാഷിതങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നെന്താണ്? ഐക്യം ബലം സമാജസ്യ തദഭാവേ സദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ. ഈ രണ്ടാമത്തേത് സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ ക്വചേത്. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത്? എന്തായിരിക്കും അതിൻ്റെ ആശയം? ചിത്രത്തിൽ ആളുകൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ കല്ല് മാറ്റുകയും പിന്നെ കെട്ടിടം നിർമ്മിക്കുന്നതിൻ്റെയൊക്കെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് അല്ലേ. ഈ ചിത്രം നമുക്ക് എന്താണ് ഇതിൻ്റെ ആശയമായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം എങ്ങനെയാണ് വിചാരിക്കേണ്ടത്? ഇത് ഒരു ഒത്തൊരുമയുടെ, അതായത് ഐക്യത്തിൻ്റെയൊക്കെ പ്രതീകമാണ് അല്ലേ ഈ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഒന്നാമത്തെ ശ്ലോകമായ ഐക്യം ബലം സമാജസ്യ തദഭാവേ സദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ എന്ന ഈ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ഐക്യമാണ് സമൂഹത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ സമൂഹം ദുർബലമാകും. അതിനാൽ
രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ ഐക്യത്തെ എപ്പോഴും പുകഴ്ത്തുന്നു. എല്ലാവരും ഈ ആൻസർ തന്നെയാണല്ലോ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതാമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഈ പ്രവർത്തനവും നിങ്ങൾക്ക് എഴുതാം. ആശയം പഠിത്വാ ഉചിതം സുഭാഷിതം ചിത്വാ ലിഖതു. സർവേ ജനാഃ സർവകാര്യാണി ന ജാനന്തി ജ്ഞാനസ്യ പരിമിതിഃ നാസ്തി. എന്താണ്? എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല. അറിവ് ഒരാളിൽ മാത്രം പരിമിതമല്ല. ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ ആശയം വായിച്ച് അതിന് ചേരുന്ന സുഭാഷിതം തിരഞ്ഞെടുക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ 2 സുഭാഷിതങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആശയത്തിന് യോജിക്കുന്ന സുഭാഷിതം ഏതാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. ന കശ്ചിദപി ജാനാതി കിം കസ്യ ശ്വോ ഭവിഷ്യതി അതഃ ശ്വഃ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഇനി 2, സർവഃ സർവം ന ജാനാതി സർവജ്ഞോ നാസ്തി കശ്ചന നൈകത്ര പരിനിഷ്ടാസ്തി ജ്ഞാനസ്യ പുരുഷോ ക്വചിത്. മുകളിൽ എന്ന പ്രവർത്തനം ഇതേ രണ്ടാമത്തെ ശ്ലോകം 2ലും സെയിം ശ്ലോകമാണല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് പ്രവർത്തനം 3ലെ ബിയുടെ ഉത്തരമാണ് രണ്ടാമത്തെ ശ്ലോകമായ സർവഃ സർവം ന ജാനാതി. ഈ ശ്ലോകമാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എല്ലാ ആളുകൾക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല, അറിവ് ഒരാളിൽ മാത്രം പരിമിതമല്ല എന്നതിന് മാച്ചിങ് ആയിട്ടുള്ള ശ്ലോകമാണ് നമുക്ക് കണ്ടെത്താനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞത് സർവഃ സർവം ന ജാനാതി എന്ന ശ്ലോകമാണ് ഉത്തരം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇനി നമ്മൾ പറയുന്നത്. എല്ലാവർക്കും എല്ലാം അറിയില്ല, ആരും തന്നെ സർവജ്ഞരല്ല, എന്നാൽ എല്ലാം അറിയുന്നവരായി ആരും തന്നെയില്ല. ജ്ഞാനം എന്നത് ഒരാളിൽ മാത്രം പൂർണ്ണമായി അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല. അതായത് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിവുള്ള ഒരാൾ പോലും ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്ത പ്രവർത്തനം യഥോചിതം യോജയതോ. ശരിയായവയിലേക്ക് യോജിപ്പിക്കുക. സർവജ്ഞഃ വനസീമ. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ സർവം ജാനാതി ഇതി രാജ്യസ്യ സീമ വനസ്യ സമീപം വനസ്യ സീമ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടിയിരുന്നത്? സർവജ്ഞഃ എന്നതിനെ സർവം ജാനാതി ഇതി എന്നതിലേക്കാണ് നമ്മൾ യോജിപ്പിക്കുക. സർവജ്ഞഃ എന്നാലും സർവം ജാനാതി ഇതി എന്നതിൻ്റെയും അർത്ഥം എല്ലാം അറിയുന്നവൻ ആരോ അവൻ. ഇതാണ്. അടുത്തത് വനസീമ എന്നതിനെ വനസ്യ സീമ എന്നതിലേക്കാണ് യോജിപ്പിക്കേണ്ടത്. വനത്തിൻ്റെ അതിർത്തി എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. പ്രവർത്തനം 4A. ചിത്രാനുസാരം ആശയം ചിത്വാ ലിഖതു. ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ആശയം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ്? ഹരിണഃ കാകഃ ച മിത്രേ ആസ്താം. ഹരിണഃ ജാലേ ബദ്ധഃ. ജംബൂകഃ ഹരിണം വ്രീഹിക്ഷേത്രം നയതി. കാകഃ ശബ്ദം കരോതി. ഹരിണഃ ധാവതി. ഇനി ഇതിൻ്റെയൊക്കെ അർത്ഥമാണ് പറയുന്നത്. ഹരിണഃ കാകഃ ച മിത്രേ ആസ്താം എന്നാൽ മാനും കാക്കയും കൂട്ടുകാരായിരുന്നു. ഹരിണഃ ജാലേ ബദ്ധഃ മാൻ വലയിൽ കുടുങ്ങി. ജംബൂകഃ ഹരിണം വ്രീഹിക്ഷേത്രം നയതി കുറുക്കൻ മാനിനെ നെൽവയലിലേക്ക് കൊണ്ടുപോകുന്നു. കാകഃ ശബ്ദം കരോതി ഹരിണഃ ധാവതി. കാക്ക ശബ്ദമുണ്ടാക്കുന്നു, മാൻ ഓടുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥങ്ങളായി വരുന്നത്. എങ്ങനെയാണ് ഇനി ഏതൊക്കെ ചിത്രങ്ങൾക്ക് താഴെയാണ് ഓരോ വാക്കുകളും എഴുതി കൊടുക്കേണ്ടിയിരുന്നത്? നിങ്ങൾ എഴുതിയത് ശരിയായിരുന്നോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിന് താഴെ നിങ്ങൾ എഴുതേണ്ടിയിരുന്ന കാര്യമാണ് ഹരിണഃ കാകഃ ച മിത്രേ ആസ്താം. ഇത് എഴുതിയിട്ടുള്ള എത്ര പേരുണ്ട് എന്നൊന്ന് കമൻ്റ് ഇടണേ. ഇനി രണ്ടാമത്തെ ചിത്രത്തിന് താഴെ എഴുതേണ്ടിയിരുന്നത് ജംബൂകഃ ഹരിണം വ്രീഹിക്ഷേത്രേ നയതി. മൂന്നാമത്തെ ചിത്രത്തിന് താഴെ എഴുതേണ്ടിയിരുന്ന കാര്യം ഹരിണഃ ജാലേ ബദ്ധഃ. നാലാമത്തെ ചിത്രത്തിൽ കാകഃ ശബ്ദം കരോതി ഹരിണഃ ധാവതി.
ഇങ്ങനെയാണ് ശരിയായി ആൻസറുകൾ. ഈ പ്രവർത്തനത്തിന് ആർക്കൊക്കെയാണ് മുഴുവൻ മാർക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങളുടെ പേരൊന്ന് കമൻ്റ് ഇടണേ. ഇനി അടുത്ത പ്രവർത്തനമാണ് വചനക്രമാനുസാരം ഉചിതം ഗണം ചിത്വാ ലിഖതോ. അതായത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഇങ്ങനെ ഇതനുസരിച്ച് ശരിയായ ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത് എഴുതുക. വനം, വനി, വനാനി. കാനനെ, കാനനം, കാനനാനി. യാനാനി, യാനം, യാനി. വ്യജനം, വ്യജനെ, വ്യജനാനി. ഇവയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. പിന്നീട് എ 1, 2 ശരി, ബി 1, 3 ശരി, സി 1, 4 ശരി, ഡി 2, 4 ശരി. ഇവയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഇതിൽ നിന്നും നമ്മൾ ശരിയായ ആൻസറുകൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? 1 എന്നുള്ളതിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? വനം, വനി, വനാനി. ഈ ക്രമം ശരിയാണ്. ആദ്യം വനം എന്നുള്ളത് ഏകവചനം, വനെ എന്നുള്ളത് ദ്വിവചനം, വനാനി എന്നത് ബഹുവചനം. അതിനാൽ ഈ ക്രമം ശരിയാണ്. 2 എന്ന് എഴുതിയിട്ടുള്ളതിൽ കാനനെ, കാനനം, കാനനാനി. ഈ ക്രമം എന്താണ്? ശരിയാണോ? അല്ല, ഇത് തെറ്റായ ക്രമമാണ്. 3ാമത്തെ ക്രമമാണ് യാനാനി, യാനം, യാനെ. ഇതും എന്താണ്? തെറ്റായ ക്രമമാണ്. ഇനി 4ാമത്തത് വ്യജനം, വ്യജനെ, വ്യജനാനി. ഇതോ? ഈ ക്രമം എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഇത് ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന ശരിയായ ക്രമത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ശരിയായ ക്രമങ്ങൾ ഏതൊക്കെയാണ്? ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസാണ് ഇപ്പോൾ ശരിയായിട്ടുള്ളത്? നമ്മൾ പറഞ്ഞത് 1ഉം 4ഉമാണ് ശരിയായ ക്രമങ്ങൾ. അതിനാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി എന്നതാണ്. എല്ലാവരും എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഏത് ക്വസ്റ്റ്യനിലാണ് ഫുൾ മാർക്ക് ഉള്ളത് വെച്ചാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. നിങ്ങൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടല്ലോ, അത് കാരണം അടുത്ത ഓർ ക്വസ്റ്റ്യൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് വിടണതിന് പകരം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുള്ള എല്ലാതും ആൻസർ ചെയ്യുക. അപ്പോൾ മാർക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് 5 പ്രവർത്തനത്തിൽ 4 പ്രവർത്തനത്തിനാണ് മാർക്ക് ഇടേണ്ടത് എങ്കിൽ അത്രയാണ് മാർക്ക് തരുള്ളൂ. പക്ഷെ നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സംസ്കൃതം ഓണ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിൽ നമ്മൾ ചെയ്തതിൻ്റെ ഏകദേശം മോഡലായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ ഒരുപാട് കുട്ടികൾ പേരും ജില്ലയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് വോയിസ് റിപ്ലൈയും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ പേരും ജില്ലയും ഒക്കെ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഇതുപോലെ വോയിസ് റിപ്ലൈ ഈ വീഡിയോയ്ക്കും തരാം കേട്ടോ. ഇനി അടുത്തത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ പ്രവർത്തനത്തിൽ വരുന്ന ബി ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? സംഭാഷണം പഠിത്വ റിക്തസ്ഥാനം പൂരയതോ. ഇവിടെ ഒരു സംഭാഷണം നൽകിയിട്ടുണ്ടല്ലോ. ഈ സംഭാഷണത്തിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുമുണ്ട് അല്ലേ? ജാലെ, വ്രീഹിക്ഷേത്രം, ശബ്ദം, ശയനം, മിത്ര എന്നിവയാണ് നമുക്ക് ഉത്തരങ്ങളായി എഴുതാനുള്ള ഓപ്ഷൻസ്. കാകഹ ഡാഷ് കുശലഹ കിം. ഹരിണഹ ആം കുശലഹ ഏവ. ജംബൂകഹ വനസീമായാം ഏകം ഡാഷ് അസ്തി തത് ദർശയാമി. ഹരിണഹ അഹം ഡാഷ് ബദ്ധഃ രക്ഷ മാം. കാകഹ ഭവാൻ മൃത ഇവ ഡാഷ് കരോതു. അഹം ഡാഷ് കരോമി തഥാ ധാവതു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്താണ് എഴുതേണ്ടിയിരുന്നത്? കാകഹ ഡാഷ് എന്ന സ്ഥലത്ത് മിത്ര എന്ന് എഴുതുക. അപ്പോൾ ആ സെൻറ്റൻസ് ഇങ്ങനെയാണ്: കാകഹ മിത്ര കുശലഹ കിം. ഇനി 2ാമത്തേത് ഹരിണഹ ആം കുശലഹ ഏവ. ഇനി അടുത്തത് ജംബൂകഹ വനസീമായാം ഏകം വ്രീഹിക്ഷേത്രം. വ്രീഹിക്ഷേത്രം എന്നായിരുന്നു നിങ്ങൾ ജംബൂകഹ എന്നുള്ളതിൽ എഴുതേണ്ടത്. ആ സെൻറ്റൻസ് ഇങ്ങനെയാണ് വരിക: വനസീമായാം ഏകം വ്രീഹിക്ഷേത്രം അസ്തി തത് ദർശയാമി. അടുത്തത് ഹരിണഹ അഹം ഡാഷ് ഇട്ടോർത്ത് ജാലേ. അഹം ജാലേ ബദ്ധഃ രക്ഷ മാം. അടുത്തത് കാകഹ ഭവാൻ മൃത ഇവ എന്നുള്ള സ്ഥലത്ത് ശയനം എന്നായിരുന്നു എഴുതേണ്ടത്. ഭവാൻ മൃത ഇവ ശയനം കരോതു. അഹം ശബ്ദം കരോമി. അവിടെ ശബ്ദം എന്നാണ് എഴുതേണ്ടിയിരുന്നത്.
തഥാ ധാവതു. ഇതാണ് അതിൻ്റെ ഉത്തരമായി വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ശരിയാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രവർത്തനം. വാചനദിനം അധികൃത്യ ഭിത്തിപത്രികാം രചയതു. അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ്? വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ചുമർ പത്രിക അല്ലെങ്കിൽ പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. തന്നിട്ടുള്ള സൂചനകൾ ജൂൺ 19 PN പണിക്കർ വാചയതു വർദ്ധയതു. ഇവയാണ് നമുക്ക് തന്നിട്ടുള്ള സൂചനകൾ. എന്തൊക്കെയാണ്? ജൂൺ 19 PN പണിക്കർ വായിച്ചു വളരുക. വാചയതു വർദ്ധയതു എന്നാൽ വായിച്ചു വളരുക. നിങ്ങൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്? ഒരു ചതുരം വരച്ചതിന് ശേഷം മുകളിലായിട്ട് വായനാദിനം, അതായത് വാചന ദിനം എന്ന് മുകളിലായി എഴുതി കൊടുക്കുക. താഴെ ജൂൺ 19, അതിന് തൊട്ട് താഴെ PN പണിക്കർ സ്മരണാർത്ഥം വാചയതു വർദ്ധയതു. ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ്. ഓരോരുത്തരും വ്യത്യസ്തമായ രീതികളിലായിരിക്കും പോസ്റ്റർ നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയും എഴുതാമായിരുന്നു. അടുത്തത് ആറാമത്തെ പ്രവർത്തനമാണ്. യഥോചിതം യോജയതു. ശരിയായതിലേക്ക് യോജിപ്പിക്കുക. ഇവിടെ 100ഉം 1000ഉം തന്നിട്ടുണ്ട്. 100 എന്നതിൽ എന്താണ് പറയുക? അതിലേക്ക് അതിനെ യോജിപ്പിക്കണം. 1000ത്തിനും 1000 എന്ന് എഴുതിയിട്ടുള്ളതിലേക്ക് യോജിപ്പിക്കുക. ഇത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതുപോലെ സംഖ്യകളുടെ കാര്യം. അപ്പോൾ എല്ലാവരും അത് ശരിയാക്കിയിട്ടുണ്ടാവുമല്ലോ. 100 എന്നതിന് ശതം എന്നാണ് പറയുക. 1000 എന്നതിന് സഹസ്രം. ഈ ചാനലിലിട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ഈ ആൻസർ എന്തായാലും ശരിയാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉദാഹരണാനുസാരം ലിഖതു. ഉദാഹരണത്തിനനുസരിച്ച് എഴുതുക. ഈ തന്നിരിക്കുന്ന പ്രവർത്തനവും നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തത് തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് ഉദാഹരണം? സംസ്കൃത ദിനം ആഗച്ഛതി ഛാത്രാഹ ഭിത്തിപത്രികാം രചയന്തി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉത്തരമായിട്ട് എഴുതേണ്ടിയിരുന്നത്? യഥാ സംസ്കൃത ദിനം ആഗച്ഛതി തഥാ ഛാത്രാഹ ഭിത്തിപത്രികാം രചയന്തി. ഈ ചോദ്യത്തിൽ നമ്മൾ യഥാ തഥാ വെച്ച് എഴുതുകയാണ് വേണ്ടത്. യഥാ എന്നും തഥാ എന്നും ചേർത്ത് ഈ വാക്കുകളെ മാറ്റി എഴുതുക എന്ന് മാത്രമാണ് ഈ പ്രവർത്തനത്തിൽ ചെയ്യേണ്ടതുള്ളൂ. അപ്പം നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടിയിരുന്നത് എന്താണ്? ഓണം ആഗച്ഛതി ഛാത്രാഹ ആശംസാപത്രം നിർമ്മതി. ഇതായിരുന്നു നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടിയിരുന്നതാണ് യഥാ ഓണം ആഗച്ഛതി തഥാ ഛാത്രാഹ ആശംസാപത്രം നിർമ്മന്തി. അടുത്തത് ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ്. അപ്പോൾ ആരും മറക്കണ്ട. ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണേ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കൂടി ഒന്ന് പറയണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ലാസ്റ്റത്തെ ചോദ്യം. ഉദാഹരണാനുസാരം ലിഖതു. എങ്ങനെയാണ് ഇതിലെ നമ്മൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത്? ഇത് സന്ധി പിരിച്ച് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണം തന്നിട്ടുള്ളത് നൈകത്ര എന്നത്. അതിനെങ്ങനെയാണ് പിരിച്ചെഴുതിയിട്ടുള്ളത്? ന പ്ലസ് ഏകത്ര. ഇനി നിങ്ങൾ എഴുതേണ്ടതായിരുന്നു നൈവ. നൈവ എന്നതിനെ സന്ധി പിരിച്ചെഴുതേണ്ടിയിരുന്നതാണ് ന പ്ലസ് ഏവ. ഒന്നുകൂടിയും പറയാം, ന പ്ലസ് ഏവ. ഇതാണ് നൈവ എന്നതിനെ സന്ധി പിരിച്ചെഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളും പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.